PSC പെർഫെക്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള 45 ദിവസത്തെ സ്റ്റഡി ടൈം ടേബിളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 45 ദിവസം സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഈ ഇത്രയും ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ഇപ്പം എല്ലാവരും നിലവിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടൈം ടേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഇന്നൊരു 45 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പഠിക്കാനുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കോപ്പറേറ്റീവ് സബ്ജക്റ്റ്, കോപ്പറേഷൻ ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. ജനറൽ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, അക്കൗണ്ടൻസി, ബാങ്കിങ്. ഇത്രയെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. ഓഡിറ്റിങ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഓഡിറ്റിങ്ങും കൂടെ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ജനറലായിട്ടുള്ള GK, ഇംഗ്ലീഷ്, മാത്സ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവർക്ക് റിവിഷന് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു ടൈം ടേബിൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും നല്ല ബെസ്റ്റാണ്. കാരണം റിവിഷന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാതെ പഠിച്ചെടുക്കുന്ന അത്രയും സമയം വേണ്ടല്ലോ, എല്ലാം റിവൈസ് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് 45 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചത്, അതായത് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ കംപ്ലീറ്റ് പഠിച്ചെടുത്ത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ ഒരു വിചാരം. അങ്ങനെ ചിലപ്പോൾ അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാർ കാണും 45 ദിവസം നമ്മൾ പഠിച്ചിട്ട് ഫുൾ. അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമുക്ക് കുറേ നാൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് പഠിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ഈ 45 ദിവസം അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 2 മാസം 60 ദിവസവും നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള പോയിന്റുകളെല്ലാം പഠിക്കുക എന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. നമ്മൾ എപ്പം എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പഠിച്ചെന്നുള്ളതല്ല, എല്ലാം പഠിച്ച് സെറ്റായി എന്ന് വിചാരിച്ചാലും നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ഓർമ്മയിൽ നിൽക്കത്തില്ല. ഒന്നാമത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതുന്നത് പോലല്ല, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ നമ്മൾ വാരി വലിച്ചെഴുതുന്നത് പോലല്ലോ. ഒരു 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ആൻസർ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പിന്നെ റിപ്പീറ്റ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു ടൈം ടേബിളിൽ നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണമെന്നുള്ളത് കൊടുത്തിട്ടില്ല. അത് ഓരോരുത്തരുടെയും ഒരു സൗകര്യം അനുസരിച്ചാണ്. എങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞൊരു 5-6 മണിക്കൂറെങ്കിലും നമ്മളൊരു ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ദിവസത്തെയും മണിക്കൂറുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നന്നായിട്ട് പറ്റത്തില്ല. അത് ഏത് എക്സാം ആണെങ്കിലും അതിൽ കൂടുതൽ ആകാം, ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് അതിൽ കൂടുതലാകാം. പക്ഷേ കുറഞ്ഞത് 5-6 മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്കതൊന്നും തീരാൻ പറ്റത്തില്ല. അത് പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം, പഠിച്ചു തുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മിനിമം എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. 10 മണിക്കൂർ 12 മണിക്കൂർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ 10-12 മണിക്കൂർ എന്നുള്ളതല്ല, ഏറ്റവും കുറഞ്ഞത് 5-6 മണിക്കൂർ എന്തായാലും നമുക്ക് ഇതിനകത്ത് വേണ്ടി വരും. കാരണം ചിലപ്പോൾ നോട്ട് എഴുതാൻ കാണും, അല്ലെങ്കിൽ നമുക്ക് കുറേ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് കേൾക്കാൻ കാണും, അല്ലെങ്കിൽ വായിക്കാൻ കാണും അല്ലേ. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ് ഇല്ലേ, ഇത്രയെന്ന് പറഞ്ഞാൽ ഇച്ചിരി നന്നായിട്ട് തന്നെ ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞ ദിവസം നമ്മൾ 5-6 മണിക്കൂർ എന്തായാലും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് വെളുപ്പിനെ ആണെങ്കിൽ വെളുപ്പിന്, അല്ലെങ്കിൽ നൈറ്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, പകൽ സൗകര്യം കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പകൽ സൗകര്യം കിട്ടത്തില്ല, അപ്പോൾ നൈറ്റിലോ വെളുപ്പിനെ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും സമയം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് കുറച്ച് നമ്മളുടെ സമയം ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കതിനായിട്ടൊരു ഒരു റിസൾട്ട് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡേ നോക്കാം. ഡേ 1 ഞാൻ താഴേന്ന് മേളിലോട്ടാണ്. നമ്മൾ സബ്ജക്റ്റ് എഴുതിയത് ആദ്യം കോപ്പറേഷൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്നത് ബാങ്കിങ് അല്ലേ. കാരണം ബാങ്കിങ് ആദ്യം എഴുതിയെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കര പാടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ഇപ്പം ബാങ്കിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയത് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അഥവാ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് പഠിക്കുന്നവർ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ട് അത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും.
കുറച്ച് ക്വസ്റ്റ്യൻ പണ്ടത്തേനെ അപേക്ഷിച്ച് കുറച്ച് പാടായിട്ട് ചോദിക്കുന്നുണ്ട് ബാങ്കിങ് ഒക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ പറയുമല്ലോ പാടില്ലാത്ത നമുക്ക് ഈസി ആയിട്ടുള്ളത് ആദ്യം പഠിച്ചു പോകാമെന്ന്. പക്ഷേ ഈസി ആയിട്ടുള്ളത് നമുക്ക് എപ്പോഴായാലും പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ സമയമുള്ളപ്പം പാടുള്ളത് ആദ്യം അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടെൻഷൻ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ബാങ്കിങ് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഞാനിവിടെ ബാങ്കിങ് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാങ്കിങ് ഡേ 1 മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് ബാങ്കിങ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് മാത്സ് എഴുതിയിട്ടുണ്ട്. എല്ലാ ദിവസവും മാത്സ് എഴുതിയിട്ടുണ്ട്. അതായത് മാത്സ് നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാനായിട്ടോ അല്ലെങ്കിൽ ചെയ്ത് പഠിച്ചെടുക്കാനോ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. കുറച്ചേറെ നമ്മൾ അതിനായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഒരു പരിചയമായെങ്കിൽ മാത്രമേ ഇത് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ച് സമയം മതി. പക്ഷേ നമ്മൾ അതിനായിട്ടൊന്ന് മാത്സിന് വേണ്ടിയിട്ട് തന്നെ വെച്ചില്ലെങ്കിൽ ഒരു ദിവസം അല്ല ആഴ്ച ഒരു ദിവസം മാത്സ് പഠിച്ചത് കൊണ്ട് പറ്റത്തില്ല, നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ദിവസം പഠിക്കുന്ന മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ആണെന്ന് പറഞ്ഞാൽ ആ ബാങ്കിങ്ങിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ദിവസം കൊണ്ട് പഠിച്ച് തീരത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും ആ ഒരു സബ്ജക്റ്റ് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പഠിക്കാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പോൾ അത്രയും സബ്ജക്റ്റ് നമ്മൾ അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ മൊത്തം സബ്ജക്റ്റ് നമ്മൾ അതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സെയിം അക്കൗണ്ടൻസി ആണ്. ഇതേപോലെ തന്നെ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇൻ കേസ് തലേദിവസം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ല എങ്കിൽ 2 ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനായിട്ട് വേണമെങ്കിൽ 2 ദിവസം നമുക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്സും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ 2 ദിവസം എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പഠിക്കുകയല്ല ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉൾപ്പെടുന്ന ടോപ്പിക്കും കൂടെ നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാനായിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മറക്കണ്ട മാത്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ എഴുതാത്തൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി എല്ലാ ദിവസവും കുറച്ചൊരു 5 എണ്ണം വെച്ചിട്ടെങ്കിലും, വൊക്കാബുലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, സിനോണിമ, ആനോണിമ, ഫ്രേസൽ വെർബ്, വൺ വേർഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനും കൂടെ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്ത് അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി പോയാൽ മതി. അത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. അടുത്തത്, അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് ഡേയിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തെ ടോപ്പിക്കും കൂടെ ഒന്ന് പഠിച്ചു പോകാനായിട്ട് നോക്കണം. അല്ല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ക്വസ്റ്റ്യനും ആൻസറും ആണ് പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഡേ 3 എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോ ആണ്. അപ്പോൾ ഈ മെയിൻ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകൾ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് എങ്ങനെ ആയിരിക്കും അറിയുന്നത്? അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആഡ് ചെയ്ത് പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഇപ്പം പിന്നെ വ്യത്യാസം വരുന്നത് ബാങ്കിങ്ങും അക്കൗണ്ടൻസി ലോയ്ക്കകത്തും ഒരു കുറച്ച് കണ്ടൻറ്റ് ഇറങ്ങി ചോദിക്കുന്നുണ്ട്, നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. ഡേ 4 വരുന്നത് കോപ്പറേഷനാണ്, ജനറൽ കോപ്പറേഷനാണ്. പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്, മാത്സും കൂടെ ചെയ്ത് പഠിക്കുക. ഡേ 5 വരുന്നത് GK ആണ്. GK പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് മാത്സ്. അപ്പോൾ GK വരുമ്പോൾ അറിയാമല്ലോ, GKക്കകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് അറിയാമല്ലോ. GKക്കകത്ത് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, നവോത്ഥാനം, കേരള നവോത്ഥാനം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചോദിക്കുന്നുണ്ട്. എന്നാലും പിന്നെ വേൾഡ് ഹിസ്റ്ററി അങ്ങ് ചോദിക്കുന്നില്ല, എങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. കൂടുതലും അല്ലാത്ത ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെയാണ് ചോദിക്കാറ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റ് വരുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ടും പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ GK കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് PSCക്ക് പഠിക്കുന്നത് പോലെ പഠിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇത്രയും പഠിച്ചേ വെക്കൂ, കാരണം 10 മാർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചേ വെക്കൂ.
ഡേ 6 വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് മാത്സ്. പിന്നെ മാത്സിന് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് മാത്സിന് ഞാൻ പ്രത്യേകം ഒരു ദിവസം കൊടുത്തിട്ടില്ല. കാരണം ഒരു ദിവസം കൊണ്ട് മാത്സ് പഠിച്ച് തീരത്തില്ല. കാരണം അങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്കൊന്നും ഓർമ്മ നിൽക്കത്തില്ല. ഇതിനകത്ത് ഇക്വേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ ദിവസം, ആഴ്ച ഒരു ദിവസം മാത്രം മാത്സ് പഠിച്ചത് കൊണ്ട് നമുക്ക് അത് കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുറേശ്ശെ മാത്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് മാത്സ് നമ്മൾ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തുന്നുള്ളത് കൊണ്ട് പ്രത്യേകം ഒരു ദിവസം മാത്സിന് കൊടുത്തിട്ടില്ല. ഡേ 7 എന്ന് പറയുന്നത് ഒരാഴ്ച നമ്മൾ 6 ദിവസം എന്തൊക്കെ പഠിച്ചു, ചിലപ്പോൾ ചിലർ കുറവായിരിക്കും പഠിച്ച്, അല്ലെങ്കിൽ ചിലർ കണ്ടൻറ്റ് കൂടുതൽ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്ത് പഠിച്ചു എത്ര പഠിച്ചു എന്ന് നോക്കണ്ട, ആ പഠിച്ചത് അത്രയും 7ാമത്തെ ദിവസം നമ്മൾ റിവൈസിനായിട്ട് മാത്രം, പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, അത്രയും അങ്ങ് റിവൈസ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ പിന്നെയും പുതിയ കണ്ടൻറ്റ് പഠിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പുതിയത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്നതിനേക്കാളും ഈ 7ാമത്തെ ദിവസം നമ്മൾ ഇത്രയും പഠിച്ച സബ്ജക്റ്റുകളെല്ലാം, ആ സബ്ജക്റ്റിലെ ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ അത് റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടോ. ചിലരാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2 ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്, ചിലർ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലെ എണ്ണത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അത് റിവൈസ് ചെയ്യുക. അത്രയും ക്വസ്റ്റ്യൻ പേപ്പറും ഈ ടോപ്പിക്സും കവർ ചെയ്ത് റിവൈസ് ചെയ്യാനായിട്ട് ആ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുക. പുതുതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ 8 തൊട്ട് നമ്മൾ ഈ സെയിം പ്രോസസ്സ്, ടൈം ടേബിൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 7ാമത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോഴും നമ്മൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ, 2ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടും പരിചയപ്പെടും, ക്വസ്റ്റ്യൻസുമായിട്ടും പരിചയപ്പെടും. പതുക്കെ ടോപ്പിക്സുമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇതൊക്കെയാണ് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ, പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അവർക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഇന്ന ടോപ്പിക്സ് സബ്ജക്റ്റിനകത്ത് വരുന്നുണ്ട് എന്നൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ നിൽക്കേണ്ട. നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ടേബിൾ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പുതിയ ടൈം ടേബിളായിട്ട് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മളത് യൂസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ടൈം ടേബിൾ നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു ടൈം ടേബിളും കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഇട്ടേക്കുന്നത് കേട്ടോ. എങ്ങനെ പഠിക്കണമെന്ന് ചിലപ്പം ഒരു ഐഡിയ കിട്ടാതിരിക്കുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സസ് ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിലെന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാനുള്ള സൗകര്യമുണ്ട്, സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, PDF കൊടുക്കുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ എല്ലാം ക്ലാസ്സസ് ഉണ്ടാവും, പിന്നെ ഫാക്കൽറ്റീസിൻ്റെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. ആപ്പ് ഫെസിലിറ്റി ഉണ്ട്, അപ്പോൾ അതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനായിട്ടും പറ്റും. അപ്പോൾ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിലൊന്ന് കയറി ജോയിൻ ചെയ്താൽ മതി. ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഫീസും ഡീറ്റെയിൽസും എല്ലാം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സസിൽ സാറിന് നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.